ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ചരിത്രമുറങ്ങുന്ന ഒരു കോട്ടയുണ്ട്. പറഞ്ഞു വരുന്നത് വട്ടക്കോട്ടയെക്കുറിച്ചാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വട്ടക്കോട്ടയെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. വട്ടക്കോട്ടയിലെ മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്ത കുറച്ച് സിനിമകളുടെ വീഡിയോസ് കണ്ടിട്ട് വരാം. വട്ടക്കോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്യാകുമാരി ജില്ലയിൽ നിന്നും ഇങ്ങോട്ട് വരാൻ ഏകദേശം 7 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഒരു എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടി വരും. എൻട്രി ടിക്കറ്റ് വരുന്നത് ഏകദേശം 25 രൂപയ്ക്ക് അകത്താണ്. വട്ടക്കോട്ടയുടെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഏകദേശം ഇതിന് ചരിത്രം തുടങ്ങുന്നത് തന്നെ 18ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. എനിക്ക് തോന്നുന്നു തീരദേശ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവർ ഈ കോട്ട ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പറയാം, ഇവിടുത്തെ പ്രവർത്തന സമയം രാവിലെ 8 തൊട്ട് വൈകുന്നേരം 5 വരെയാണ്. മാക്സിമം രാവിലെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം ഞാൻ വന്ന സമയം നല്ല ഉച്ചയാണ്. ഇവിടുത്തെ ചൂടൊന്നും സഹിക്കാൻ പറ്റൂല. പിന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. തൊട്ട് ഫ്രണ്ടിൽ കടൽ, ഒരു സൈഡിൽ കാറ്റാടിപ്പാടങ്ങൾ, തൊട്ട് ഓപ്പോസിറ്റ് കോട്ടയുടെ തന്നെ മനോഹര കാഴ്ചകൾ. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഏകദേശം 3.5 ഏക്കറിലാണ് ഈ വട്ടക്കോട്ട വ്യാപിച്ചു കിടക്കുന്നത്. പിന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 26 അടി ഉയരത്തിലാണ് ഈ കോട്ട ഫുള്ളായിട്ട് പണിത് വെച്ചിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് ആ ഒരു കാഴ്ച കാണുമ്പോൾ അതുമാത്രം അന്നത്തെ കാലത്തുള്ള തൊഴിലാളികൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവും. തക്കലയിലുള്ള പത്മനാഭപുരം പാലസിൽ നിന്നും ഇങ്ങോട്ട് വരാൻ വേണ്ടി 4 അടി വീതിയുള്ള ഒരു രഹസ്യ പാത ഉണ്ടായിരുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എനിക്കതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്നവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. കോട്ടയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതിന് മുമ്പിൽ നിങ്ങൾ കണ്ടല്ലോ, ആദ്യമേ ഒരു വലിയൊരു കുളമുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും നാച്ചുറൽ എയറാണ്. കാരണം ഫുള്ള് ആര്യവേപ്പാണ് ഇവിടെ ഉള്ളത്. നല്ല അതിൻ്റെ അടിയിൽ തന്നെ നല്ല തണലും ഉണ്ട്. ഒരു പോസിറ്റീവ് വൈബും കിട്ടും. പിന്നെ കുറേ കൽമണ്ഡപങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് അത്യാവശ്യം കുറച്ച് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് വന്നു കഴിഞ്ഞാൽ. എന്നെപ്പോലെ ഈ നട്ടുച്ചയ്ക്ക് വരാതിരിക്കുക. രാവിലെയോ വൈകുന്നേരമോ വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും ഇവിടെ. ഈ കോട്ട എന്തിനാണ് ശരിക്കും പണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്തെ യുദ്ധസമയങ്ങളിൽ ആയുധങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയും പിന്നെ യുദ്ധത്തിന് പോകുന്നവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ കോട്ട ഇവിടെ പണിയപ്പെട്ടിരിക്കുന്നത്. കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു സ്പോട്ടും കൂടി വിസിറ്റ് ചെയ്തിട്ട് കന്യാകുമാരിയിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. കന്യാകുമാരിയിലെ മറ്റു വീഡിയോസും സ്പോട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്പോട്ടുകളും അവിടുത്തെ കാഴ്ചകളും കാണാൻ ആഗ്രഹമുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടണം. പിന്നെ കന്യാകുമാരിയിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും എനിക്ക് അറിയില്ല. അറിയാവുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മുടെ പേജുകൾ ഫോളോ ചെയ്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തു. അപ്പം അടുത്തൊരു സ്ഥലമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.